ഫുഡ് അധികം പറയാൻ ഞാൻ എന്തായാലും നന്നായി. അല്ലെങ്കിലും പാസ്ഔട്ടായി കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ നടത്തുവാണെങ്കിൽ ഗെറ്റ് ടുഗദറിന് ആരെങ്കിലുമൊക്കെ വരും. ഇതിപ്പോൾ 10-12 കൊല്ലമായില്ലേ. ക്ലാസ്സിൽ മൊത്തം 35 പേരുണ്ടായിരുന്നു. 2 ഡിവിഷനും കൂടെ കൂടുവാണെങ്കിൽ 70 പേര്. എന്നിട്ട് എത്ര പേര് വന്നു? ഒട്ടുമിക്ക ആൾക്കാരെല്ലാം അബ്രോഡാണ്. ഇനി അവർ വന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കത്തൊന്നുമില്ല. ഈ അഖിലിനൊക്കെ വന്ന തന്നെ അവൻ നാട്ടിലുണ്ടല്ലോ. ഇന്നലെ കൂടെ പറഞ്ഞ അവനോട് ഒന്ന് തെളിച്ചൊന്നും പറയുന്ന പോലുമില്ലൊന്നും. ഞാനിന്ന് രാവിലെയും കൂടെ വിളിച്ചതാണ്. ടീന എന്തി? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ? അയവർത്ത് കഴിഞ്ഞോ ടീന മോളെ? ഒന്ന് പോയേടാ. നീ കഴിച്ചില്ലല്ലോ. വാ. എനിക്ക് വേണ്ട, ഇപ്പൊ വിശക്കണില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതൊക്കെ പിന്നെ എന്നത്തിനാ വരുത്തിയേ? വാ, ഇത് ക്ലോസ് ചെയ്യാൻ പോവാ. എന്നിട്ട് കാര്യമായിട്ട് പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല. എന്നൊരു കാര്യം ചെയ്യാം, പാഴ്സൽ എടുക്കാം. ആ എന്നാ ഓക്കെ. എന്നാ വാ. അപ്പൊ ശരി, വീട്ടിലാർക്കും കുഴപ്പമില്ല, നമുക്ക് എന്താ കുഴപ്പം? ചേട്ടൻ വിളിക്കണുണ്ട്. ആ വെയിറ്റ് ചെയ്യണല്ലേ? വെയിറ്റിംഗ്. ഓക്കെ എന്നാ കാണാം. ശരി ശരി. ഹാ, ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഞാനും പോയി ഇറങ്ങിയേക്കുവാ. ഇന്നാ പാഴ്സൽ എന്നാ, കുറച്ച് കൂടുതലുണ്ട്. താങ്ക് യു. ആവശ്യമായിക്കോട്ടെ. നീ എങ്ങനെ പോണേ? കാറുണ്ടടാ. ഓ ഓ, ഇത് നിന്റെ കാറാണോ? പിന്നെ ആഹാ. പണ്ട് സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാൻ ആളായിരുന്നു. ഇപ്പൊ കാറൊക്കെ. ജീവിക്കണ്ടേ മോനെ. അപ്പൊ ശരി എന്നാ. എന്നാ ശരി ഓക്കെ, ബൈ. ഓക്കെ, ബൈ. ഇവിടെ വന്നപ്പം പലരും പറഞ്ഞറിഞ്ഞു അഖില് ആരുടെ ഒരു പരിപാടിക്കും പോകുന്നില്ലെന്ന്. ആരെങ്കിലും കല്യാണം വിളിച്ചാലോ ഗെറ്റ് ടുഗദറിനോ ബർത്ത്ഡേ പാർട്ടിക്കോ ഒന്നിനും നീ പോകുന്നില്ലെന്ന്. എന്തിനാ ഇങ്ങനെ മാറി മാറി നിൽക്കണേ? പണ്ട് നീ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. എല്ലാവരോടും ഭയങ്കര കമ്പനി, എല്ലാത്തിൻ്റെ ഏറ്റവും മുമ്പിൽ നീ ഉണ്ടാവും. ഇന്ന് വന്നപ്പോൾ ടീച്ചറും അത് അന്വേഷിച്ച് തന്നെയാ. അഖില് വന്നോ, അവൻ വരൂലേ, അവനൊന്ന് വിളിച്ചു നോക്കുന്നൊക്കെ. എൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഇല്ലാതായിപ്പോയി, അല്ല ഞാൻ തന്നെ വിളിച്ചേനെ. അല്ല, ഫോണിൽ സേവ് ചെയ്തിട്ടില്ല, പക്ഷെ പഴയ നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. ആണോ? എന്നാന്ന് വിളിച്ച്.
ഇത്രയും കാലായില്ലേ, മാറിക്കാണെന്ന് വിചാരിച്ച്. നമ്പറൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് അവന്മാർ വിളിക്കും, അല്ലാണ്ട് ആരും വിളിക്കാറ്. വാട്സപ്പിലൊരു മെസ്സേജ് പോലും ആരും അയക്കാറില്ല. എടാ, അവന്മാരെന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കുമ്പം നീ ഒന്ന് പോയി നോക്കണ്ടേ? ഒരു കല്യാണത്തിന് വിളിച്ചാൽ ചുമ്മാ കൈയും വീശങ്ങ് ചെല്ലാൻ പറ്റുമോ? എന്തായാലും മേടിക്കണ്ടേ? ഞങ്ങളെപ്പോലുള്ള മിഡിൽ ക്ലാസ് പയ്യന്മാർക്ക് കിട്ടുന്ന സാലറി കൊണ്ട് EMI അടയ്ക്കാൻ മാത്രമേ തികയാറുള്ളൂ. അപ്പോഴാ ഈ ഗെറ്റ് ടുഗദർ തന്നെ ഇപ്പം എല്ലാവരും പിരിവിട്ടല്ലേ നടത്തിയത്. നിനക്കൊരു മാറ്റമില്ല അല്ലേ? കോംപ്ലക്സ് അതുപോലെ തന്നെയുണ്ട്. കോംപ്ലക്സ്? ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞത്. എടാ, നമുക്കിപ്പോൾ ഒരു 10 രൂപയുള്ളെങ്കിലും അതും കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കണ്ടേ? അല്ലാതെ 100 രൂപയുള്ളതിനെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ച ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, അതിനുവേണ്ടി നീ ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയ്ക്ക് കാരണോ നീ തന്നെയല്ലേ? ഞാൻ എന്നാ മാറിയേക്കോ. എടാ, നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, നീ ഇവിടെ ഇരിക്കേ. രാവിലെ ബേസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെ പറഞ്ഞു നീ വരുന്നുണ്ടോ, നിന്നെ ഒന്ന് കാണാന്ന് വെച്ചാൽ ഇവിടെ നിന്ന്. പക്ഷെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും ഞാൻ വിചാരിച്ചില്ല. ഓ, അതെന്നാ? ഞാൻ ഇതുവരെ ആരുടെ മുമ്പിൽ നിന്ന് അങ്ങനെ കരഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇന്ന് ഞാൻ പോയേക്കോ. എടാ, ഇല്ല, കുഴപ്പമില്ല. നീ വന്നേ, നമുക്ക് നടക്കാം, വാ. എടാ, നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. യൂണിഫോം ഇട്ടിരുന്ന കാലത്ത് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നീ സ്കൂളിൽ പുറത്തിറങ്ങിയോ അപ്പം തുടങ്ങി അടിയാ, ലാസ്റ്റ് ബ്രേക്കപ്പും. സ്കൂൾ കഴിഞ്ഞപ്പോൾ രണ്ടാളും 2 കോളേജ് 2 കോഴ്സ്. നീ കൈവിട്ട് പോകുന്നൊരു പേടിയായിരുന്നു എനിക്ക്. അതാ നിനക്ക് ജോലി കിട്ടിയപ്പോൾ അന്ന് ഞാൻ വന്ന് അടിയുണ്ടാക്കി. കുറച്ചു കാലം മിണ്ടാതിരുന്ന നീ ആ ജോലി കളഞ്ഞിട്ട് തിരിച്ചു വരുന്നുള്ളൊരു പൊട്ടബുദ്ധിയായിരുന്നു എനിക്ക്. വർഷങ്ങളായിട്ട് നീ വിളിക്കാണ്ടായപ്പോൾ വീട്ടിലുറപ്പിച്ച പെണ്ണ് ഞാൻ കെട്ടി. പിന്നെ മനസ്സിലായ ഈ വാശി കൊണ്ടോ ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ കല്യാണം കഴിക്കരുതെന്ന്. അതെന്ത് പറ്റി? എൻ്റെ ലോകം അവളുടെ ലോകം വേറെ അടി. അവൾക്കങ്ങനെ ജോലിക്ക് പോകാനൊന്നും ഇഷ്ടമല്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാനും ഇഷ്ടം. നിനക്ക് അങ്ങനെയുള്ളൊരു ഭാര്യ അല്ലായിരുന്നോ വേണ്ടേ? ആയിരുന്നു. പക്ഷേ ഒരാളുടെ സാലറി കൊണ്ട് ലൈഫ് മുന്നോട്ട് പോകില്ലല്ലോ. അതൊക്കെ ഇട്, നിൻ്റെ കാര്യം പറ. ഞാനിപ്പോൾ ഡൽഹിയിൽ എയിംസിലാണ്, നല്ല സാലറിയും. അങ്ങനെ മനസ്സമാധാനമായിട്ടൊക്കെ അങ്ങ് പോകുന്നു. അപ്പോൾ കെട്ടാനൊന്നും പ്ലാനില്ലേ? വീട്ടുകാരെല്ലാം പ്രപ്പോസലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എല്ലാവരുടെയും നോട്ടം ജോലിയിലാന്നേ. നേഴ്സാണല്ലോ, പുറത്തേക്കൊക്കെ പോകുന്ന നല്ല ചാൻസാ. ബിസിനസ് ഡീലൊക്കെ ചെയ്യണമല്ലേ ചിലരൊന്ന് കല്യാണം ആലോചിക്കണേ. കഴിഞ്ഞ ആഴ്ച എടുത്ത് ചായ കുടിക്കുന്നതിന് വന്ന് ചോദിച്ചത് സ്പൗസസ് കിട്ടുന്നത് എപ്പോഴാന്നാ. നീ അന്ന് എന്നെ പ്രേമിച്ച പോലെ ഇന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ആര് വരാനാ? എൻ്റെ കല്യാണ സമയത്ത് നിനക്കെന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു? അല്ലാതെ നിന്റെ കല്യാണക്കാരൻ നീ ആരെങ്കിലും അറിയിച്ചോ? നീ ആകെ പറഞ്ഞത് ബേസിലിനോട്. അവനാണെങ്കിൽ ഞാനെന്ന് പറഞ്ഞ പ്രശ്നമൊന്നും പറഞ്ഞ് എന്നോടൊന്നും പറഞ്ഞില്ല. എടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? അന്ന് ഞാൻ കേരളത്തിൽ ഇല്ലായിരുന്നോണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായോ? അതെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്കെന്തായാലും കഴിച്ചാലോ? ബാ.
നമ്മൾ പിരിഞ്ഞു വന്നതെന്ന് തോന്നുന്നുണ്ടോ? അതെന്താ? അല്ല, എനിക്ക് ജോലിക്ക് പോകണ ഒരു പെണ്ണിനെ വേണമെന്നായിരുന്നു ആഗ്രഹം. നിനക്കാണ് നിൻ്റെ ജോലി കണ്ടുവരുന്ന ആരെയും വേണ്ടെന്നു. ചിലപ്പോൾ അതായിരിക്കും നമ്മൾ പിരിയാനുള്ള കാരണം. ഞാനന്ന് ജോലിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പം നീ വന്ന് വഴക്കുണ്ടാക്കിയ ഓർമ്മയുണ്ടോ? ആ നിനക്കാണിപ്പം ഭാര്യ ജോലിക്ക് പോകണമെന്ന് പരാതി. അന്ന് നമ്മുടെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ എന്ത് ചെയ്യാനാ, അവന്മാരെ വിളിച്ച് ഒരു ലിട്ടടുത്തടിച്ചു, പിന്നെ ബോധമില്ലാണ്ട് നേരം വിളിപ്പിച്ചു. ഞാനന്ന് ട്രെയിനിൽ കയറി കുറേ കരഞ്ഞു കേട്ടോ. ഉറക്കവുമില്ല, വിശപ്പുമില്ല. പിന്നെ ഹൈദരാബാദ് എത്തി പിറ്റേന്ന് നല്ല മുടിഞ്ഞ പനി. 3 ദിവസം നിന്നങ്ങ് പനിച്ചു. കൂട്ടിനും ആരുമില്ല. നിന്നെ വിളിച്ചാൽ പിന്നെ നീ ഫോൺ എടുക്കില്ലല്ലോ. പിന്നെ എനിക്ക് ഉറക്കം കിട്ടാണ്ടായി. അവസാനം സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ എടുക്കേണ്ടി വന്നു. നീ ഒരിക്കലും എൻ്റെ സൈഡിൽ ചിന്തിച്ചിട്ടില്ല. അന്ന് ആ ജോലി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ കല്യാണക്കാരൻ വീട്ടിൽ പറയുമ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാമല്ലോ. ആരുടെയും കാല് പിടിക്കണ്ട. ഇതൊക്കെ നീ എന്തെങ്കിലും മനസ്സിലാക്കി എന്നെ തിരിച്ചു വിളിക്കുമെന്ന് ഓർത്ത് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. പക്ഷെ അവസാനം അറിയാൻ പറ്റിയത് നിന്റെ കല്യാണം കഴിഞ്ഞെന്നാ. അപ്പം ഞാൻ ഡൽഹിയിലാണ്. അന്ന് ഞാൻ ആദ്യമായിട്ട് വെള്ളം അടിച്ചു. മൊത്തം അലമ്പായി. ഒരിക്കലും ആരോടും പറയില്ലെന്ന് ഞാൻ വിചാരിച്ചത് നമ്മുടെ ലവ് സ്റ്റോറി ആ വെള്ളപ്പുറത്ത് ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. പിന്നെ ബോധം വന്നപ്പം അവളുമാർ പറഞ്ഞാൽ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കി നിൽക്കുക. പിന്നെ വിഷമം മാറാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. കുറേ ട്രിപ്പൊക്കെ പോയിട്ടോ. ലഡാക്ക്, മണാലി, തവാങ്. പിന്നെ എല്ലാം ഓക്കെ. എടി, എനിക്കൊന്നും ഐ എം സോറി. അയ്യേ, എന്താ ഇത്? വാ. ഞാനീ ചെയ്തതിന് ഈ സോറി ഒന്നും പോരാ. തീരെ പോരാ. പിന്നെന്താ വേണ്ടത്? നിനക്ക് ജനിക്കുന്ന കൊച്ചിന് എൻ്റെ പേരിടാവോ? നിനക്ക് ശരിക്കും വിഷമം അറിയും? എവിടെ ഒരു ഹാഫ് ബിരിയാണി 2 പേരോട് കഴിച്ച് എങ്ങനെ വിശപ്പ് പറയാൻ? ആ ബേസിൽ കുറേ ഉണ്ടെന്ന് പറഞ്ഞ് തന്നു കേട്ടാ. ഫസ്റ്റ് ആളാ. എങ്ങനെ കമ്മീഷൻ അടിക്കണമെന്ന് ആലോചിച്ച് കിടക്കണം. എടാ, നമ്മൾ പണ്ടൊരു കുഞ്ഞപ്പഞ്ഞായിട്ട് അവിടെ നിന്ന് ബിരിയാണി മേടിക്കില്ലായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തേനില്ലേ? അതല്ലല്ലോ അങ്ങനെ പഴയതുപോലെ ആവില്ലല്ലോ. അല്ല, നീ എപ്പോഴും ഈ സിഗരറ്റ് വലിയൊക്കെ തുടങ്ങിയത്? അത് നീ എന്ന് പോയ വിഷമത്തിൽ തുടങ്ങിയത്. അല്ല, നീ എന്ന് ഡൽഹി വെച്ച് അടിച്ച സാധനം ഏതാന്ന് പറഞ്ഞു? എന്തോ ഒരു മാട്ട സാധനം. അല്ല, ഇനിയിപ്പം ഡൽഹിയിലേക്ക് എന്നാ തിരിച്ചു പോണം. ഇനി ഒത്തിരി ഇവിടെ എന്നാലേ വീട്ടുകാർ പിടിച്ചു കിട്ടി.